വളരെ നല്ല ഒരു ഉത്തരവാണ് ഇപ്പോൾ ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വളരെ മുമ്പേ വേണ്ടതായിരുന്നു. അതായത് ശ്രീ മോഹൻ ഭാഗവത്, അതായത് RSSന്റെ സർസംഘചാലക് പോലും പറഞ്ഞതാണ്, വിഗ്രഹങ്ങൾ അന്വേഷിച്ച് പള്ളികളുടെ കീഴിൽ വിഗ്രഹങ്ങൾ അന്വേഷിച്ച് പോകേണ്ടതില്ല ഇനി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ മധുരയിലെ സർവേ, അടുത്തത് വേറെ ഓരോ ഏതാണ്ട് 11 കേസുകളും കണ്ടാണ് ഇപ്പം ഇതുപോലെ സർവേ ആവശ്യപ്പെട്ടുകൊണ്ട് കിടക്കുന്നത്. 11-20 ഇത്ര ഞാൻ മറന്നുപോയി. എത്രയോ കേസുകളാണ് സർവേ ആവശ്യപ്പെട്ടുകൊണ്ട് കിടക്കുന്നത് പല കോടതികളിലായിട്ട്. മധുര ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെ വലിയ സർവേയാണ്, ശ്രീകൃഷ്ണ ജന്മഭൂമി എന്നുള്ള രീതിയിൽ. ഇനി അടുത്തത് പിന്നെ ഉള്ളത് സംഭാൽ, അതായത് സംഭാൽ. അതിനു മുമ്പ് ഗ്യാൻവാബി പള്ളി കേട്ടോ. അതിൻ്റെ ഹൗള്, അതായത് ഈ ഉളവെടുക്കുക, അതായത് അബല്യൂഷൻ നടത്തുന്ന ആ സ്ഥലം, നമസ്കാരത്തിന് മുമ്പ് അതിനകത്ത് വിഗ്രഹം കിടന്നെന്നാണ് കേസ്. വളരെ എളുപ്പമാണ് അതിൽ കൊണ്ടിടാൻ. അപ്പൊ ഇങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും ഇല്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ 1991 ഈ ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ നിയമം വന്നത്. കാരണം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുതൽ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ആരുടെ കൈവശമായിരുന്നു, അതെന്ത് ആരാധനാലയമായിരുന്നു എന്നുള്ളത് ആ സ്ഥിതി തുടരണമെന്നാണ് നിയമം. അപ്പൊ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചേക്കുന്നതിനകത്താണ് ഈ തീരുമാനം വന്നത്. അതായത് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് വന്നത്. കാരണം ഇതെന്താ, കാരണം തോന്നുന്ന വിധത്തിൽ എല്ലാം കാണുന്ന പള്ളികളിലെല്ലാം ഇപ്പോൾ അതെല്ലാം അമ്പലങ്ങളായിരുന്നു, ക്ഷേത്രങ്ങളായിരുന്നു. ഇത് ചിലപ്പോൾ ഇതൊക്കെ പണ്ട് ക്ഷേത്രമൊക്കെ ആയിരിക്കും. ചില മുസ്ലിം പള്ളി പിന്നെയും ക്ഷേത്രമായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പലതും അതൊക്കെ വ്യത്യാസം വരാം. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പ് എന്തായിരുന്നു അത് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള തീരുമാനം വന്ന ആ രീതിയിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം, അതാ വേണ്ടത്. അപ്പോൾ അത് കാണുന്ന കോടതികളിലെല്ലാം ഇതുപോലെ കേസ് കൊടുക്കുക. അതുകൊണ്ട് സൂട്ടുകൾ, അതായത് ഇങ്ങനെ കൊടുക്കുന്ന സൂട്ടിന് സ്വീകരിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് മറ്റേ തോന്നിവാസം പോലല്ലേ, ഒരു സൂട്ടങ്ങ് കൊടുക്കും, അതിനകത്ത് ഉടനെ ഒരു ഉത്തരവ്, ഒരു സർവേ, ഇത് കുഴിച്ചു നോക്കാൻ കുറേ അവന്മാർ. ഏറ്റവും വലിയ മിടുക്കനെന്ന് പറഞ്ഞ് ഒരു കുഴിക്കുന്ന ഒരാളുണ്ട്, ഒരു മുസ്ലിം നാമധാരിയാണ് അയാൾ കുഴിച്ച്, അയാളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് മുഴുവൻ. അയാൾക്ക് അതിന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിയെടുത്തു, എന്തൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിയെടുത്തു. ഒരു സമൂഹത്തിനെ വിറ്റ് വാങ്ങിയെടുത്തവനാണ് അയാൾ കേട്ടോ. അത് ബാക്കി ഞാൻ പറയുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള ആളുകളുള്ളപ്പോൾ അവർ കുഴിക്കാൻ നോക്കിയിരിക്കുകയാണ്. കാണുന്ന പള്ളികളിലെല്ലാം ഇനി അങ്ങ് സർവേ അങ്ങനെ വരും. ഈ നാട് അരാജകത്വത്തിലേക്ക് നീങ്ങത്തില്ലേ? ഇത് ആരെങ്കിലും ഇതുപോലെ പറയാൻ, കാണുന്നിടത്തെല്ലാം ഏതെങ്കിലും പള്ളി എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ആരാധന ക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറയാൻ. ഇപ്പം മലപ്പുറം ജില്ല ഞാൻ പറയാം, നമ്മുടെ ഈ മുക്കിന് എത്ര പള്ളികളാണുള്ളത്. ഇപ്പോൾ വഴിയിലൊക്കെ പോകുമ്പോൾ ഞാൻ നമസ്കരിക്കേണ്ടതായിട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത പള്ളി കയറാമെന്ന് പറയാം. കാരണം സമയം അതുപോലെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. ആ പള്ളികളിലെ എല്ലാം ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഇതുപോലെ ഇനി ഈ രീതി ആവർത്തിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ സംഭാലിൽ ഇതുപോലൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് വന്നേക്കുന്നത്. അതിനകത്തെല്ലാം സർവേ ഓർഡർ ചെയ്യല്ലേ, കോടതികൾ ഇരിപ്പുണ്ട്. നമ്മൾ കണ്ടല്ലോ കോടതികൾ എങ്ങനെയുള്ള കോടതികളാണെന്നും നമ്മൾ കണ്ടു. അതായത് ജഡ്ജിമാരെ നമ്മൾ കണ്ടതാണ്. ശേഖർ യാദവിനെ പോലുള്ള ജഡ്ജിയാണെങ്കിൽ എളുപ്പമല്ല ആണല്ലോ ഇതുപോലെ ചെയ്യാൻ. ആ രീതിയിലുള്ള ആളുകൾ ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ കൊണ്ടിത് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം ഓർഡർ ചെയ്യും കേട്ടോ. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തീരുമാനമെടുത്ത് റെഡിയായി അവിടെ കുഴിച്ച് ആരാധന നടത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട് പോയവന്മാരുണ്ട് തൊട്ട് മുമ്പ്. കാരണം അതിന് ഓർഡർ ചെയ്തിട്ടങ്ങ് പോയത്. കാരണം അന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഓർഡർ കൊടുക്കണം. അങ്ങനെ ചെയ്തേക്കുന്നവരുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ സുവമോട്ടോയായിട്ട് ഇതെടുത്തിട്ട് ഈ ഒരു തീരുമാനം എടുത്തത്. ഇനി ഒരൊറ്റ കോടതികളിലും പുതിയ സൂട്ട് ഇതുപോലെ ഈ സർവേ ആവശ്യപ്പെട്ടിട്ടുള്ള സൂട്ടുകൾ സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം നമ്മുടെ രാജ്യം ഈ സെക്യുലറിസത്തിൽ മുമ്പോട്ട് പോകാൻ ഉള്ള ഏറ്റവും വലിയ നല്ല ഉതകുന്ന ഒരു ഉത്തരവാണ് ഇത്. ഈ മാത്രമല്ല, അരാജകത്വം ഇല്ലാതാകും. അത് പാടില്ല. നമ്മുടെ ഡെമോക്രസി അതും നമ്മുടെ സോഷ്യലിസ്റ്റ് അപ്രോച്ചും സെക്യുലറിസവും മുമ്പോട്ട് തന്നെ ധൈര്യമായിട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അരാജകത്വമായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്, അക്രമമായിരിക്കും ഇവിടെ അരങ്ങേറുന്നത്. അതൊന്നും പാടില്ല, വരരുത്.